ഓക്കെ, അപ്പം നമ്മൾ ഈ കിച്ചൺ സൈഡ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാ അല്ലേ? റീഅറേഞ്ച് അല്ലേ? യെസ്, ഷീറ്റ് വെച്ചിട്ട്. ആ ഷീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ഷീറ്റാണ്. ഒരു ഷീറ്റിന് 157 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് കാണിച്ചു കൊടുക്കൂ. യെസ്. അപ്പം ഈ ഭാഗമാണ് ഞങ്ങൾ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പം ഇവിടെ ഭയങ്കര വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇനി അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടാവുമെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല. നമ്മൾ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ പശ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് എൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഇങ്ങനെ വലിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ഒട്ടിച്ചു. ഇനി ബാക്കി ഒട്ടിക്കണം. ഓക്കെ, അപ്പം ഞങ്ങൾ ഒരു സൈഡ് ഒരു റോള് ഒട്ടിച്ച് തീർത്തിട്ടുണ്ട്. ഈ ഒരു റോളിന് എത്ര റേറ്റ് വരുന്നത്? അതാ ഈ പീസിന് 179. ഞങ്ങൾ ഒട്ടിച്ചതിൽ കുറച്ച് എന്താ പറയാ, വരുമ്പോൾ റെഡി ആയില്ല. പക്ഷേ അത് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ബാക്കി പോർഷൻ ഒരു കുറച്ചും കൂടി ഈ സൈഡിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ഇനി ഒട്ടിക്കാൻ പോവാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട്. പക്ഷെ ഒട്ടിച്ചത് ഹൈറ്റ് ഡിഫറൻസ് ആയിപ്പോയി. അതിന് സെറ്റാക്കണം നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഈ പോർഷനും അതാ പകുതി വരെ ഇട്ടിട്ടുള്ളൂ. അപ്പം ഓക്കെ, ഇനി കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കി കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സംഭവം നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ? ആ, നല്ല വൃത്തിയുണ്ട്. നല്ല ഫിനിഷിങ്ങാണ്, നല്ല രസമുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇത് മേടിക്കാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇവിടെ